ഭംഗിയുള്ള കുറച്ച് ചുരിദാറും അതേപോലെ തന്നെ ടോപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കുർത്താ സെറ്റാണ് വരുന്നത്. ഞാനൊക്കെ എടുത്തിട്ടുള്ളത് ആമസോണിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കാൻ മതി. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നല്ല ഒരു ബ്ലാക്കിൽ ഇതേപോലെ ഒരു പ്രിന്റ് വരുന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഇതിങ്ങനെ തന്നെ വേറെ പാറ്റേൺ മുൻപുണ്ടായിരുന്നു, കുറേ കാലം മുൻപ് കേട്ടോ. അത് ആമസോൺ നല്ല വേറെ എവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നാണ്. ഏകദേശം ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ ഡിസൈൻ ഒക്കെ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? 3/4 സ്ലീവ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ടോപ്പ് വരാം. ബാക്കിലായിട്ടും ഈ ഒരു സെയിം പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. അന്നുണ്ടായാലും ഇങ്ങനെ പ്രിന്റ് ഇല്ല, ബാക്കില് വെറും ബ്ലാക്ക് പ്ലെയിൻ ആയിരുന്നു. ഇത് നമുക്ക് ഈ ഒരു ബാക്കിലുണ്ട്, ഫ്രണ്ടിലും ഇതേ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഡ്രസ്സല്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പ് വരുന്നത്. ഇതിൽ നമുക്ക് പാന്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഗ്ലോബസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ഇതിന്റെ പാന്റ് വരുന്നത് കണ്ടോ, ഇതേപോലെ ഈ ലൂസ് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. പക്ഷെ കണ്ടോ, വലിയ പാന്റാണ്. പ്ലെയിൻ ബ്ലാക്കിലാണ് ഈ ഒരു പാന്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ടോപ്പ് മാത്രമാണ് വരുന്നത്. ഒരു കുർത്തയാണ്, ഇങ്ങനത്തെ ഒരു കോളർ നെക്കൊക്കെയാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു വലിയ കോളർ വന്നിട്ട് ഇതേപോലെ വീനക്ക് വരുന്നു. പിന്നെ ഇവിടെ ചെറിയ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഇതെന്താ സംഭവം? പോപ്കോണോ ചായയോ എന്തോ ഒരു പാറ്റേൺ ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. ഡിസൈൻ ഇങ്ങനെ അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നത് അറിയില്ല. കണ്ടോ, ഇതേപോലെ ഡിസൈന് കണ്ടോ, കുഞ്ഞു ഡോട്ട്. അതിൽ ഇങ്ങനെ ഒരു ബ്ലൂ എന്തോ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൈ ആണെങ്കിലും കണ്ടോ, ഇതേപോലെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരുപാട് കട്ടിയൊന്നുമില്ല, കുറച്ചൊരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ, പക്ഷെ നല്ല കംഫർട്ടാട്ടോ. ഇട്ട സമയത്ത് നല്ല കംഫർട്ടാണ്. ഇതിന്റെ ഈ ഒരു ബ്ലൂ കളർ ലെഗിൻ വാങ്ങിയിട്ട് ഇതിന്റെ ഒപ്പം പെയർ ആക്കിയിരിക്കുന്നു. ഇതാണ് നമ്മളുടെ അടുത്ത ഡ്രസ്സ്. ഡ്രസ്സല്ലേ, ഞാൻ ഇട്ടിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണിക്കാട്ടോ. ഷേപ്പ് ചെയ്തിട്ട് ഇടാച്ചിട്ടാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇപ്പൊ ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇറക്കിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല അടിപൊളി കറക്റ്റ് ഫിറ്റ്. എനിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് മിക്കവാറും ലാർജ് സൈസ് എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടാവുക അതിന്റെ കൈ റെഡിയാക്കാനായിരിക്കും. ഇങ്ങോട്ടൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ കൈ എന്താ വെച്ചാൽ എന്തായാലും ലൂസ് ആയിരിക്കും. അപ്പൊ ഒന്ന് കറക്റ്റ് വിട്ട് റെഡിയാക്കാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന് കയ്യില്ലാത്ത കൊണ്ട് വേറെ ഒരു പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മുടെ ടോപ്പ് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഇതുണ്ടോ ഇങ്ങനത്തെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ കേട്ടോ. മെറ്റീരിയൽ ഒന്നും പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. സ്ലീവ്ലെസ് ആണ്. അപ്പൊ ഇതിനൊരു വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു കളർ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അല്ലെ. ആ ഒരു പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇങ്ങനത്തെ ഇപ്പൊ എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ഉള്ള സമയത്ത് കുറച്ചും കൂടെ സ്ലിം ആവാൻ തോന്നുന്നുണ്ട്. ഒന്നും കൂടെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് സ്ലീവ്ലെസ് ആയതിന്റെ ആണോ എന്നറിയില്ല. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത് ഭയങ്കര വൃത്തിയില്ല. ആ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നല്ലൊരു ഒതുക്കം തോന്നാറുണ്ട് കേട്ടോ. അത് പേട്ടന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ എനിക്ക് സ്ലീവ്ലെസ് അത്ര കംഫോർട്ട് അല്ല, ഞാൻ ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ഒരു ഒതുക്കം വൃത്തിയുണ്ട് കാണുമ്പോൾ. അപ്പൊ ഇതാണ് ഈ ഡ്രസ്സ് വരുന്നത്. വലിയ റെക്കമെൻഡ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ്. ഇങ്ങനത്തെ ഇപ്പൊ കുറെ ഞാൻ മേടിച്ചിട്ടു. അപ്പൊ എനിക്ക് ആഗ്രഹം കണ്ടപ്പോ ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സാണ്. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇത് ത്രെഡ് വർക്കാണ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ട് ഇവിടെ കണ്ടോ ഇതേപോലെ ഞാൻ ഒരു വെച്ചടിക്കില്ലേ, ഇതേപോലെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. ഇതുണ്ടോ 3/4 സ്ലീവാണ്. ഈ സ്ലീവിന്റെ അറ്റത്തും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈപ്പ് വരുന്ന ഡ്രസ്സാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഓപ്പൺ ഉണ്ടെങ്കിലും ആ ഒരു മോഡല് കണ്ടോ ഇങ്ങനെ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കുറെ ഇപ്പൊ കോട്ടൺ ശീലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടണിലാണെങ്കിൽ വേറെ എന്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ. ഇങ്ങനത്തെ കണ്ടാൽ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്തതാണ്. അതിൻ്റെ തന്നെ പാൻറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതേപോലെ ഇത് പക്ഷെ എനിക്ക് ഈ അങ്ങനത്തെ ഡ്രസ്സിന് ഇങ്ങനത്തെ ലൂസ് പാൻറ് ഇഷ്ടമല്ല. അപ്പൊ ഇതെന്തായാലും ഒന്ന് ചെറുതാക്കൂടെ, അതായത് ഒന്നുകൂടെ സ്ലിം ഫിറ്റ് പോലെ ആക്കും. അപ്പോഴേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ലൂസ് പാൻറ്റാണ്. ഇതിന് ലൂസ് പാൻറ് ഇട്ടാലും ഭംഗി ഉണ്ടാവില്ലാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇത് സ്ലീവ്ലെസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഇട്ട് ഞാൻ നല്ല ഒതുക്കാണെന്ന്. ഇത് എനിക്കൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല, കറക്റ്റ് ഫിറ്റ് ആണ്. ഇതേപോലെ ഒരു ടോപ്പാണ്. ഇത് അലക്കി വെച്ചാൽ ചുളുക്ക് വരാൻ തേച്ചിട്ടില്ല. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ്. ഇതേപോലെ ഇങ്ങനെ ത്രോട്ട് നമ്മൾ ഈ ഒരു സാരിന്ന് ഈ അടി വരെ ഈ ഒരു ഇങ്ങനെ ഒരു ലേസ് വർക്ക് പോലെ ഫുള്ള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റ വേറെ ഒന്നുമില്ല ഈ ഒരൊറ്റ ടോപ്പില്. ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നടുവിൽ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്, നല്ല രസം കാണാനായിട്ട്. അതേ സെയിം പ്രിന്റ് തന്നെയാണ് അതിന്റെ ഒരു പാന്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂ. ബൈ.